പ്രിയമുള്ളവർ, സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയമില്ല. വ്യക്തി പ്രഭാവങ്ങളും വ്യക്തി മൂല്യങ്ങളും ഒക്കെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമില്ലാത്ത തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. സത്യത്തിൽ അത് വളരെ ഗൗരവമായി പുനരാലോചിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ പ്രവർത്തകരെയോ അവരെ പിന്തുണയ്ക്കുന്നവരായ ആളുകളെയോ നോക്കിയാണ് സ്ഥാനാർത്ഥികളാക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. കക്ഷി രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയത്തിൽ പരിശീലനം കിട്ടുന്നതിനും സാമൂഹിക സ്കില്ല് വികസിപ്പിക്കുന്നതിനും സാമൂഹിക ജനാധിപത്യത്തിൻ്റെ തലത്തിൽ ഇടപെട്ട് ഭരണകൂടങ്ങളെയും കാര്യനിർവഹണ ശേഷി ഉണ്ടാക്കുന്നതിലും വിദ്യാഭ്യാസം, കൃഷി, ഭരണപരിചയം ഇത്തരം കാര്യങ്ങളിൽ പരിശീലനം നേടുന്നതിനും ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഭരണകൂടത്തിൻ്റെ വളരെ വികേന്ദ്രീകൃതമായ റിമോട്ട് ഏരിയ വരെയുള്ള പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ആ നിലയിലുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. മൂന്നാമതൊരു കാര്യം, ഈ സാമൂഹികമായ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ നവോത്ഥാനത്തിന് ശേഷമുള്ള ആധുനിക കേരളം രൂപപ്പെടുന്ന ഒരു രീതിയിൽ അടിത്തട്ടിൽ നിന്നുള്ള നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സമഭാവനയുടെയും സൗഹൃദത്തിൻ്റെയും സ്വസ്ഥ ജീവിതത്തിൻ്റെയും ഒക്കെ തലത്തിലുള്ള ഒരു വ്യവസ്ഥ ഭാവന ചെയ്യുകയും ആ സാമൂഹിക ജനാധിപത്യത്തിൻ്റെ ആ സ്വൈരജീവിതത്തിൻ്റെ അടിത്തറയിലാണ് രാഷ്ട്രീയ അധികാര ജനാധിപത്യം സ്ഥാപിതമാകേണ്ടത്. ആ നിലയിൽ നോക്കിയാലും പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രാദേശിക ഭരണങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ നാം കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവമായ അടിത്തട്ട് ജനവിഭാഗത്തിൻ്റെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന മേഖല തന്നെയാണ്. മറ്റൊരു പ്രത്യേകത, സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വിവരസാങ്കേതിക വിദ്യയുടെയും ഒക്കെ ഫലമായി, സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഫലമായി പ്രാദേശികമായ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാനും സാമൂഹികമായ കഴിവുകൾ വികസിപ്പിക്കുവാനും സ്ത്രീകളുടെ ശേഷി, സാമൂഹിക ശേഷി, ഭരണപരമായ പരിചയം വർദ്ധിപ്പിക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു അവസരം ലഭ്യമാകുന്നു എന്നുള്ളത് കൊണ്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് തന്നെയായി കാണേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട, ഇതിനേക്കാളൊക്കെ ഉപരി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൻ്റെ ഒരു മരണമണി മുഴങ്ങുന്ന സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരു രാഷ്ട്രീയ ശരീരത്തിൽ, ഒരു ദേശത്തിൻ്റെ രാഷ്ട്രീയ ശരീരത്തിൽ വ്യക്തികൾ പങ്കെടുക്കുകയും അവർ തങ്ങളുടെ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുകയും രാഷ്ട്രീയ അധികാരത്തെ രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നതിൽ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം പൗരൻ്റെ വോട്ടവകാശമെന്ന സംവിധാനമാണ്. അത് കോടിക്കണക്കിന് മനുഷ്യരെ ഈ രാഷ്ട്രീയ ശരീരത്തിൻ്റെ അധികാരം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന അധികാര രാഷ്ട്രീയ വ്യവഹാരത്തിൽ നിന്ന് കോടിക്കണക്കിന് പൗരന്മാരെ റദ്ദ് ചെയ്യുന്നു എന്നത് തന്നെ ഈ രാജ്യത്ത് നിന്ന് മനുഷ്യനെ നിഷ്കാസിതമാക്കുന്ന, പുറംതള്ളുന്ന, ഒറ്റപ്പെടുത്തുന്ന, രാജ്യമില്ലാതാക്കുന്ന, അവർക്ക് രാജ്യമില്ലാതാകുന്ന, ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യരെയൊക്കെ തന്നെ അവർക്ക് രാജ്യം നഷ്ടപ്പെടുന്ന ഒരു സംവിധാനം, ജനാധിപത്യത്തിൻ്റെ, നീതിയുടെ, സാഹോദര്യത്തിൻ്റെ ഒക്കെ വലിയൊരു തകർച്ചയുടെ കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമുക്കറിയാം, TM ശേഷനെ പോലുള്ള ആളുകൾ വന്നാണ് ഇന്ത്യൻ ജനതയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരം എന്താണ്, അത് ജനാധിപത്യത്തിൽ എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് ഇന്ത്യൻ ജനതയെ പഠിപ്പിച്ചത് TM ശേഷനാണ്.
അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വിപുലമായ അധികാരങ്ങൾ കിട്ടുകയും അത് ക്രമേണ ഈ ബൂത്ത് പിടുത്തം, ഗുണ്ട കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയും കുറച്ചുകൂടി സ്വതന്ത്രമായി ആളുകൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ ഭാഗധേയം തീരുമാനിക്കാൻ കഴിയുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം വികസിച്ചു വരികയായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യം ഇന്ന് സ്വതന്ത്രമായ ഇത്തരം കാര്യങ്ങൾ, സ്വതന്ത്രമായ ഭരണനിർവഹണ സ്ഥാപനങ്ങളൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. സ്വതന്ത്ര ജുഡീഷ്യറി നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം ഇന്നില്ലാതായിരിക്കുന്നു. അതുപോലെ തന്നെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ഇല്ലാതായിരിക്കുന്നു. എല്ലാം അധികാര വ്യവസ്ഥയുടെ, പാർലമെൻറ്റിലെ കക്ഷി രാഷ്ട്രീയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സബ് കമ്മിറ്റിയായി, ഒരു പോഷക സംഘടനയായി ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അർത്ഥത്തിലും നമ്മൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളെ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മൾ ഈ ബാങ്കിലൊക്കെ കൊണ്ടുവന്ന് പൈസ ഇട്ടാൽ ആ ബാങ്ക് തന്നെ ഇല്ലാതാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതേപോലെ നമ്മൾ വീട്ടിൽ ദിവസവും യാത്ര ചെയ്തിച്ചു വരുന്ന, നമ്മുടെ കയ്യിൽ പേഴ്സിൽ ബാക്കി വരുന്ന 5 രൂപ തൊട്ടും 2 രൂപ തൊട്ടും ഒക്കെ വീട്ടിൽ ഒരു വഞ്ചിയായി നാളെ കാലത്ത് പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ച് വഞ്ചിയിൽ ഇട്ടാൽ വഞ്ചി തന്നെ അടിച്ചുകൊണ്ട് പോവുകയാണ്. എങ്ങനെ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം സാധ്യമാകും? അതേപോലെ നമ്മൾ കരുതി വെക്കുന്ന അഭിപ്രായങ്ങളെ രാഷ്ട്രനിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും വിധം നമ്മളുടെ അഭിപ്രായങ്ങളെയും വിയോജിപ്പുകളെയും രേഖപ്പെടുത്താനുള്ള ഒരു പൗരൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ റദ്ദ് ചെയ്യുന്ന ഈ ജനാധിപത്യത്തിൻ്റെ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത് ഗൗരവമായി തന്നെ ആയിരിക്കണം. നമ്മൾ കടലിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയാൽ അതൊരു കളഞ്ഞുപോക്കായി നമ്മൾ കരുതാതിരിക്കണമെങ്കിൽ വളരെ ബോധപൂർവം നമ്മൾ നിക്ഷേപിച്ചത് നമുക്ക് ഈ രാഷ്ട്രനിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്താവുന്നത് പോലെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും വിധം ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ നിലയിൽ ജനാധിപത്യം വലിയ പ്രതിസന്ധിയിലാണ്. ഭരണഘടനയുടെ സ്വതന്ത്രമായ പദവികൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മനോഹാരിത പ്രവർത്തിക്കുന്നത് വിയോജിപ്പ് പറയുന്നവർക്കും ഇവിടെ ജീവിക്കുവാനും വിയോജിക്കുന്നവരെ വീണ്ടും ഈ വ്യവസ്ഥയിൽ പരിഗണിക്കുവാനും തോറ്റുപോകുന്നവരെ വീണ്ടും പരിഗണിക്കുകയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അവസരം നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യത്തിൻ്റെ മനോഹാരിത എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് രാജ്യം വിട്ടുപോകണം എന്ന് പറയുന്ന അത് ജനാധിപത്യ വിരുദ്ധമാണ്. അത്തരം കക്ഷികളെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം. പ്രാദേശികമായ വികസനം, നിങ്ങൾക്ക് അത് തന്നില്ലേ, ഇത് തന്നില്ലേ, കിറ്റ് തന്നില്ലേ എന്നൊക്കെ പറഞ്ഞേച്ച് നമ്മളുടെ സ്വർണം, നമ്മളുടെ വിഭവങ്ങൾ ഇരിക്കുന്നത് മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ജീവൻ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് രക്തം തരും. പക്ഷേ നമ്മൾ എന്നും നമുക്ക് രക്തം തന്നവർക്ക് അടിമയായിരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ശരിയായ ഒരു നീതി, ജീവകാരുണ്യ ബോധമല്ല. അപ്പം നമുക്ക് കിറ്റ് തന്നിട്ട് നമ്മളുടെ ഖജനാവ് കൊള്ളയടിക്കുകയാണെങ്കിൽ, നമ്മളുടെ വിഭവങ്ങൾ, നമ്മളുടെ സുരക്ഷാ കേന്ദ്രങ്ങൾ, നമ്മളുടെ നിക്ഷേപ സങ്കേതങ്ങൾ എല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ കിറ്റ് തന്ന് നമ്മളുടെ കണ്ണു കെട്ടുകയാണ്, നമ്മളുടെ മുഴുവൻ വിഭവങ്ങളും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകൾ ഗൗരവമായി കാണുകയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതീതമായി രാഷ്ട്രീയരഹിതമായി കാണേണ്ടതല്ല. അത് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ളൊരു ഉപാധിയായി, ഒരു ശക്തമായ അഭിപ്രായമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതുണ്ട്.
ജനപക്ഷ രാഷ്ട്രീയം, പുരോഗമന രാഷ്ട്രീയം, സ്ത്രീപക്ഷ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, നവോത്ഥാന മൂല്യങ്ങളുടെ രാഷ്ട്രീയം, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം, കുത്തക വിരുദ്ധ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നതിനൊന്നും യാതൊരു വിധമായ അർത്ഥങ്ങളുമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അദാനി എന്ന് പറയുന്ന ലോക കോർപ്പറേറ്റ് സ്ഥാപനത്തെ കേരളത്തിൽ സംരക്ഷിക്കുവാനും അത് നടപ്പിലാക്കുവാനും വികസനം വന്നാൽ വലിയ തൊഴിൽ സാധ്യത കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ അതിൻ്റെ യാതൊരു സാധ്യതയും ചെയ്യാൻ കഴിയാതിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കുർലോസ് തിരുമേനി പറയുന്നത് പോലെ വണ്ടി ഓടിക്കുമ്പോൾ ഇടത്തോട്ട് ലൈറ്റ് ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അത് അപകടം വരുത്തുന്നത് തന്നെയാണ്. അതുകൊണ്ട് സത്യത്തിൽ വളരെ മുമ്പ് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ശക്തികളാൽ തന്നെ അത് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലോകത്തൊരിടത്തും ഇടതുപക്ഷ രാഷ്ട്രീയം നിലനിൽക്കുന്നില്ല. ഒരു പക്ഷം ഭരിക്കുകയും അതിനോട് അഭിപ്രായ വ്യത്യാസമുള്ള പ്രതിപക്ഷത്തെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് ഇടതുപക്ഷം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ സത്യത്തിൽ രാഷ്ട്രീയ സാക്ഷരതയുള്ള ആളുകളോട് പറയാൻ കൊള്ളാവുന്ന ഒരു കാര്യമല്ല. കമ്മ്യൂണിസം തിരിച്ചു വരുന്നു എന്നൊക്കെ ആഹ്ലാദചിത്തരായി പറയുന്നത് നമുക്ക് കേൾക്കാം. പക്ഷേ സത്യം എന്താണ്? കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെ പ്രത്യശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ. ഇങ്ങനെ ഒരു സംവിധാനവും ഇനി ലോകത്ത് ഒരു സർവാധിപത്യവും തിരിച്ചു വരാൻ പോകുന്നില്ല. നിലനിൽക്കുന്ന സർവാധിപത്യം ക്ഷിപ്ര നിലനിൽപ്പ് മാത്രമാണ്. ചരിത്രത്തിൻ്റെ ഒരു വലിയ ബാനറിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നൈമിഷികമാണ്. ഒരു ലോങ് റണ്ണിങ്ങിൽ അത് നിലനിൽക്കത്തില്ല. അതിജീവനത്തിൻ്റെ തീച്ചുളയിൽ ഈ ഫാസിസ്റ്റ് ശക്തികൾ ഒക്കെ തന്നെ ഇല്ലാതാവും. ഈ ചരിത്ര പാഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ജനകീയ രാഷ്ട്രീയം, ജനപക്ഷ രാഷ്ട്രീയം, പുരോഗമന രാഷ്ട്രീയം എന്നൊക്കെയുള്ള വാചാടോപങ്ങൾ അർത്ഥശൂന്യമാണ് എന്ന് തിരിച്ചറിയണം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് ശരിയാണെന്ന് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭരിക്കാൻ അറിയില്ല, അവർക്ക് സമരം ചെയ്യാനേ അറിയൂ. കോൺഗ്രസ് മുന്നണിക്കാവട്ടെ സമരം ചെയ്യാൻ അറിയത്തില്ല, ഭരിക്കാനേ അറിയൂ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഇടതുപക്ഷത്തിന് ഒരവസരം കൂടെ കൊടുത്താൽ അത് തീർച്ചയായും പശ്ചിമ ബംഗാളിലെ അനുഭവം ഉണ്ടാകും. നിങ്ങൾ ഓർക്കണം, സിന്ദൂരിൽ മനുഷ്യർ വെടിയേറ്റ് മരിച്ചത് അവിടുത്തെ തൊഴിലാളിക്ക് ക്ഷേമപ്രവർത്തനം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അവിടെ വൻകിട കുത്തകളെ ക്ഷണിച്ചു വരുത്തി അവരുടെ വ്യവസായം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമായി അതിനെതിരായി നടന്ന സമരത്തെയാണ് രക്തത്തിൽ മുക്കിക്കൊന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന പക്ഷം പശ്ചിമ ബംഗാളിൽ ഇല്ലാതായത്. ഒരു പ്രാവശ്യം കൂടി ഇവിടെ അധികാരത്തിൽ വന്നാൽ ഇതുതന്നെ കേരളത്തിൽ ആരംഭിക്കും. ഇന്ത്യയിൽ തകർന്നടിഞ്ഞ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തകർന്നടിഞ്ഞിടത്തൊന്നും തന്നെ അത് വീണ്ടും തലപൊക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്നതും ഇതേപോലുള്ള കപട രാഷ്ട്രീയക്കാരാണ്. ഒരു കാപട്യത്തിൻ്റെ നിറമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ചുമന്ന കൊടി നരച്ചാൽ അത് കാവിയായി മാറും. അതൊരു സത്യമാണ് എന്നെനിക്ക് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമില്ലാത്തവരുടെ തിരഞ്ഞെടുപ്പല്ല, ഗൗരവമായ രാഷ്ട്രീയം ഉള്ളവരുടെ തന്നെ രാഷ്ട്രത്തെ സംരക്ഷിച്ചെടുക്കുകയും വരാൻ പോകുന്ന രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഉപാധിയായി ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ കാണേണ്ടതുണ്ട് എന്നാണ് ഈ കേരളത്തിലെ വോട്ടർമാരോടും പൗരന്മാരോടും എനിക്ക് ഓർമ്മിപ്പിക്കുവാൻ ഉള്ളത്.